സന്ദേശമാല കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. തൻ്റെ ആശയം എത്ര ഗഹനമായ ഒന്നായിരുന്നാലും അതിനെ എത്രയും ലഘുവായും വ്യക്തമായും സാധാരണക്കാർക്ക് കേട്ടാൽ ഉടൻ മനസ്സിലാകുന്ന രീതിയിൽ പകർന്നു കൊടുക്കാൻ കഴിയണം. ഒപ്പം മറ്റുള്ളവർ പറയുന്ന ആശയത്തിൻ്റെ പരമമായ ഉണ്മ എന്തെന്ന് അവരിൽ നിന്ന് തന്നെ അറിയുകയും വേണം. ഇതാണ് യഥാർത്ഥ അറിവ്. ലോകജീവിതത്തിൽ ഭയപ്പെടേണ്ടത് എന്തിനെയൊക്കെയാണോ അതിനെ ഒന്നും ഭയപ്പെടാതെ ധാർഷ്ട്യത്തോടെ കഴിയുന്നത് അവിവേകമാണ്. അറിവുള്ളവരുടെ ധർമ്മം എന്നും എക്കാലത്തും ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടുക എന്നതു തന്നെയാണ്. പാപം, പഴി തുടങ്ങി ധർമ്മിഷ്ഠന്മാർക്ക് ഭയപ്പെടേണ്ടതായി പലതുമുണ്ട്. അധർമ്മഭീരുത്വത്തെ ഒരിക്കലും നിസ്സഹായതയിലായിട്ടല്ല, കരുത്തായിട്ട് തന്നെയാണ് അറിവുള്ളവർ കാണുക. ഏത് കാര്യമായാലും ശരി, എത്ര വലിയ ആളിൽ നിന്നും കേട്ടറിഞ്ഞതായാലും ശരി, അതപ്പാടെ വിശ്വസിക്കാതെ സ്വന്തം നിലക്കാരാനും ചിന്തിച്ചും അതിൻ്റെ യഥാർത്ഥമായ വസ്തുസത്യം കണ്ടറിയുന്നതാണ് ശുദ്ധമായ അറിവ് എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യർ ത്രിഗുണങ്ങൾക്ക് വിധേയരാണ്. അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഉന്നതന്മാർ എന്ന് കരുതുന്നവരിൽ നിന്ന് ഹീനമായ വാർത്തകൾ കേൾക്കേണ്ടി വരും. ഹീനന്മാരിൽ നിന്ന് ആദർശ ഭാഷണവും കേൾക്കാൻ സന്ദർഭങ്ങൾ ഉണ്ടാകാം. സുഹൃത്തുക്കളായവർ ചതി പറഞ്ഞുകൂടുന്നില്ല. ആ നിലക്ക് പറയുന്നത് ആരാണെന്നോ അതിൻ്റെ നന്മ എന്താണെന്നോ വകവയ്ക്കാതെ ശരിയായ ഫലത്തെക്കുറിച്ച് സ്വയം ചിന്തിച്ചറിഞ്ഞ് നല്ലത് സ്വീകരിക്കുകയും ചീത്ത തിരസ്കരിക്കുകയും ചെയ്യും. പിറന്നത് ഉന്നത കുലത്തിലും ഉയർന്ന ജാതിയിലുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പഠിപ്പാണ് പ്രധാനം. അതില്ലെങ്കിൽ താണകുലത്തിൽ പിറന്ന അഭ്യസ്തവിദ്യനായ ഒരുവന്റെ കീഴിൽ തന്നെയാണ് സ്ഥാനം. ജാതിയും കുലമഹിമയും ഒക്കെ മിഥ്യയാണ്. ശരീരം നിലനിൽക്കുന്നിടത്തോളം അതൊക്കെ പറഞ്ഞുകൊണ്ടേ അത് പറഞ്ഞു കൊടുക്കുന്നതും പറ്റും. മഹത്വം നിലനിൽക്കുന്നത് കുലവും ജാതിയുമല്ല, വിദ്യയിലാണ്. വിദ്യയില്ലാത്തവനും മൃഗവും ഒന്നുപോലെയാണ്. പണ്ഡിതന്മാരും പാമരന്മാരും തമ്മിലുള്ള വ്യത്യാസം പോലെ പ്രകടമാണ്. വിദ്യയില്ലാത്തവന് എന്ത് വിവേകമാണ് ഉണ്ടാവുക? എല്ലാ മനുഷ്യർക്കും പൊതുവായ ജ്ഞാനം മനസ്സിൻ്റെ പ്രേരണക്കനുസരിച്ചുണ്ടാകണം. എന്നാൽ ഓരോരുത്തരുടെയും സംസർഗ ഗുണമനുസരിച്ച് ഇവൻ ഇന്ന തരത്തിൽപ്പെട്ടവനാണ് എന്ന് ലോകം പറയും. സംസർഗ ഗുണത്താൽ തന്നെയാണ് നല്ലതും ചീത്തയും ഉരുത്തിരിയുന്നത്. നാം നിൽക്കുന്ന ഭൂമിയുടെ തരഭേദം പോലെ വെള്ളത്തിന് രുചിയും ഗുണവും വ്യത്യാസപ്പെടുന്നു. അതുപോലെ തനിക്ക് സംസർഗമുള്ള കൂട്ടുകാരുടെ ഗുണദോഷങ്ങൾക്കനുസരിച്ച് ഒരുവന്റെ ബോധവും വ്യത്യാസപ്പെടുന്നു. മേഘങ്ങളിൽ നിന്ന് പെയ്തു വീഴുന്ന ജലം ഏതൊരു പ്രദേശത്തിൽ കരുതുന്നുവോ ആ പ്രദേശത്തിലേക്കാണ് അത് കലരുന്നത്. അതിൻ്റെ സ്വഭാവം കൂടി ചേർന്നതുപോലെയാണ് അറിവും. അറിവ് അനുഭവ സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളിലും പ്രായം കൊണ്ടും തന്നേക്കാൾ വലിയവരായ ആളുകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരോട് ആലോചിച്ച് നല്ല വഴിയിൽ നീങ്ങുകയും ചെയ്യുക എന്നത്
ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന വലിപ്പങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമാണ്. മറിച്ച് താൻ തന്നെ സർവജ്ഞനാണ് എന്ന അഹങ്കാരത്തോടെ തനിക്ക് തോന്നുന്ന എന്തോ അത് മാത്രമാണ് നിയമം എന്നുള്ള ധാർഷ്ട്യത്തോടെ ജീവിക്കുന്നവൻ എത്രയും വേഗം നശിക്കുകയും ചെയ്യും. കുടുംബം മരുഭൂമിയാകുകയും ചെയ്യും. അഹങ്കാരിയായ ഗൃഹനാഥൻ്റെ വീട്ടിലും തന്നിഷ്ടക്കാരിയായ ഗൃഹനാഥയുടെ വീട്ടിലും ഒരിക്കലും ശാന്തിയും സമാധാനവും ഉണ്ടാവുകയില്ല. ഏത് വേണമെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നല്ലത്.